സഖാവുണ്ണിയുടെ ഇത്തരം പ്രവർത്തനങ്ങള് നമ്മുടെ പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ചിത്തപ്പേര് വളരെ വലുതാണ്. ഇപ്പത്തെ പിള്ളേർക്കൊരു വിചാരമുണ്ട്, കോളേജിൽ പോയി സമരം നടത്തിയ 5-6 ബസ്സിൽ കല്ലെറിഞ്ഞ വലിയ വിപ്ലവം നടത്തിയെന്ന തോന്നല കുഞ്ഞു പിള്ളേരുടെ കുഞ്ഞു ചിന്താഗതി. ഇപ്പോ പാർട്ടി സമാധാനം നിലനിർത്താൻ ശ്രമിക്കുമ്പോ ഒരു ബോംബ് സ്ഫോടന കേസ്, അതും നാടനല്ല ഹൈ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ ടൈം ബോംബ്. ഇത്തരമൊരു കേസിൽ പാർട്ടിയുടെ യുവനേതാവ് അറസ്റ്റിലാവുക എന്നത് വലിയ പിഴവ് തന്നെയാണ്. അതുകൊണ്ട് സഖാവുണ്ണിക്കെതിരെ മാതൃകാപരമായി സസ്പെൻഷൻ അടക്കമുള്ള ശിക്ഷാ നടപടി സ്വീകരിച്ച് പാർട്ടിയുടെ അന്തസ്സ് തിരിച്ചെടുക്കണമെന്ന എന്റെ അഭിപ്രായം. നടപടിയെടുക്കുന്നതിന് മുമ്പ് സഖാവിന് എന്താ പറയാനുള്ളത്? സഖാവേ, ആദ്യം ഞാനൊരു കാര്യം പറയാം. ലോകത്തെ മാറ്റിമറിച്ച് ഈ പാർട്ടിയെയും ഈടുത്ത രക്തസാക്ഷികളെയും സാക്ഷി നിർത്തിയാൻ പറയുന്നു. ഞാനത് ചെയ്തിട്ടില്ല. എനക്ക് ബോംബുണ്ടാക്കണമെന്നും അറിയില്ല. ഞാൻ പഠിച്ച സഖാവ് എന്ന വാക്കിന്റെ അർത്ഥം സുഹൃത്ത് എന്നാണ്. സുഹൃത്തിനൊരു ആവശ്യം വന്നപ്പോ കൂടെ നിൽക്കുക എന്നുള്ളത് എന്റെ കടമയാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ ജയിലിൽ പോയത്. കോടതി പിന്നെ എന്നെ നിരപരാധി എന്ന് പറഞ്ഞ് വെറുതെ വിട്ടു. എന്നിട്ടും നിങ്ങൾക്ക് എന്നെ വെറുതെ വിടാൻ ഭാവമില്ല. പണ്ട് വർഗീയവാദികൾ കൊടികുത്തി വാണപ്പോ കയ്യിൽ കിട്ടിയ കോലും വടിയും എല്ലാം ഏന്തിക്കൊണ്ട് തലശ്ശേരിയിലെ ആരാധനാലയങ്ങൾക്ക് കാവൽ നിന്നിട്ടുള്ള രവിയേട്ടനെ പോലുള്ള മുതിർന്ന സഖാവിനോടുള്ള ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഒരു വിപ്ലവം ചെറുതല്ല സഖാവേ. ഇനി പാർട്ടി എന്ന നിഷ്കരണം പുറത്താക്കിയാലും നാട്ടിലിറങ്ങി ഒരാളെ സ്നേഹിക്കാൻ, ഒരാളെ വേദന മനസ്സിലാക്കി തോളോട് തോൾ ചേർന്ന് അയാളെ സഹായിക്കാൻ എനക്ക് പാർട്ടിന്റെ അംഗത്വമൊന്നും വേണ്ട. എന്റെ പേരിന്റെ ഒപ്പമുള്ള സഖാവ് എന്ന പദം മാത്രം മതി. ഗാൽസല സഖാവേ. സഖാവുണ്ണിയെ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ താൽക്കാലികമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. ആരായി വരുന്നേ? മായമേ, ഉണ്ണി വന്നിട്ടുണ്ട്. ആ സംഭാരം എടുത്ത് കൊടുക്ക്. ബോംബുണ്ടാക്കി ക്ഷീണിച്ച് വന്നതല്ലേ. പോയി ചോറയ്ക്ക്. നല്ല ബോംബൊലത്തിയതും ബോംബിട്ട് പറ്റിച്ച മീൻകറിയുണ്ട്. പോയി കഴിക്ക്. അമ്മ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാനത് ചെയ്തിട്ടില്ല. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ഓരോന്ന് പറഞ്ഞ എനിക്ക് ഭ്രാന്ത് വരൂട്ടാ. പോട്ടടാ, അച്ഛനല്ലേ. ഇതന്നെയാണ് ഈ ബോംബുണ്ടാക്കുന്ന ഉണ്ണീന്റെ വീട്. ഇത് തന്നെ. ആർക്കാണ് ബോംബുണ്ടാക്കുന്ന ഉണ്ണിയെ കണ്ടത്? നിങ്ങളാ? എടാ, നീ ഒന്നും പറഞ്ഞില്ല. ഇതാണ് ബോംബുണ്ടാക്കുന്ന ഫാക്ടറി. GST വന്നേരം ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? എന്ത് ബിസിനസ്? ബോംബിന്റെ. നിങ്ങൾക്കെല്ലാം തരം പ്രാന്തുണ്ടാ. കൊറാളായിട്ട് 2 കൂട്ടുകാർ വന്നപ്പോ വല്ല നല്ല കാര്യത്തിലാണെന്നാ ഞാൻ വിചാരിച്ചു. നിങ്ങൾ ബോംബുണ്ടാക്കാൻ വേണ്ടിട്ടാ കണ്ണൂർ വരെ വരുന്നത്. അപ്പൊ അത് കൊറിയറിൽ അയക്കാൻ പറ്റൂ? ഇവനൊരു മാറ്റമില്ലേ? ഇതെങ്ങനെ ഈ ബുദ്ധിയില്ലായ്മ ഇത്ര നാൾ മെയിൻറ്റെയിൻ ചെയ്തത്? അല്ല, പണ്ട് ഈ സ്കൂൾ സാഹിത്യ സമാജത്തിൽ പല സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് പൊട്ടിക്കാനൊന്നല്ല, വെറുതെ ഷോക്കേസിൽ വെക്കാനാ അല്ലേ? ഇത്രയും ദൂരം വന്നതല്ല, ഒന്നും ഉണ്ടായിക്കൊണ്ട്. എന്റെ ചെങ്ങാതിമാർക്കൊരു അബദ്ധം പറ്റിയപ്പോ ഞാനും അതിൽ പെട്ടുപോയതാ. അല്ലാണ്ട് എനിക്ക് ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ പോവാൻ നോക്ക്. ഇനി ഇവിടെ നിക്കണ്ട. നീ ഇതൊന്നും നോക്കി. അയാളെപ്പോലെ ഒരാളെ എനിക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റൂല്ലോടാ. അതാ ഇങ്ങനൊരു വഴി നോക്കിയത്. ഇപ്പൊ നിനക്ക് അറിയാൻ പാടില്ലാത്ത സ്ഥിതിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഇറങ്ങില്ലടാ ഭവ്യ. എന്നാ ശരി, പോടാ. ശ്രീകുട്ട, അനക്ക് ഏത് ടൈപ്പ് ബോംബാ വേണ്ടത്? ബാരൽ ബോംബ്, ബൗൺസിംഗ് ബോംബ്, ക്ലസ്റ്റർ ബോംബ്, കാർ ബോംബ്, ലേസർ ബോംബ്, ലോജിക് ബോംബ്, നെയിൽ ബോംബ്, പെട്രോൾ ബോംബ്, പൈപ്പ് ബോംബ്, പ്രഷർ കുക്കർ ബോംബ്. അനക്കിൽ ഏത് ബോംബാ വേണ്ടത്? ഇതൊരു ലോകമഹായുദ്ധത്തിനുള്ള സാധനം ഉണ്ടല്ലോ. പുറത്ത് സംസാരിക്കാൻ തീപ്പരി വിടാ മതി. നിക്ക്. ഇത് പൊട്ടൊന്നുമില്ല, എല്ലാം ഡിഫ്യൂസ് ആക്കിയതാ. ഈ അന്നുണ്ടാക്കി പൊട്ടിച്ച ബോംബ് ഏതാ? ടൈം ബോംബ്. എന്നാ അത് മതി. കാണാൻ ഇങ്ങനെ വൃത്തിമേനൊക്കെ ഉണ്ടാവില്ലേ? ആരും അയ്യെന്ന് പറയുന്നത് അത്രേ വേണ്ടു. പൊട്ടുന്നതിന് മുമ്പ് കാണാൻ നല്ല വൃത്തിമേനെല്ലാം ഉണ്ടാവും. പൊട്ടിക്കഴിഞ്ഞാല് പിന്നൊരു ഭാഗമുണ്ടാവില്ല. എടാ, എനിക്ക് അയാളെ കൊല്ലണമെന്നൊന്നുമില്ല. പക്ഷെ വേദന എന്താണെന്ന് അയാൾ അറിയും. അതുകൊണ്ട് നീ ഇത്തിരി വീര്യം കുറച്ചുണ്ടാക്കി തന്നാ മതി. എടാ, സംഭവമല്ല ശരി തന്നെ. പക്ഷെ ഞാൻ ജയിലിൽ കിടന്നപ്പോ എന്റെ അമ്മ എന്റെ പേരിൽ ഒരുപാട് വിഷമിച്ചതാ. തിരിച്ചു വന്നപ്പോ ഞാൻ അമ്മക്കൊരു വാക്ക് കൊടുത്തു, ഇനി ഞാൻ ഇങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യൂല. അതുകൊണ്ട് എനിക്ക് ബോംബുണ്ടാക്കി തരാനൊന്നും കഴിയില്ല. പക്ഷെ അതെങ്ങനെ ഉണ്ടാക്കണം, അതിനുള്ള സാധനങ്ങൾ എവിടെ കിട്ടും, ആരിൽ നിന്ന് എപ്പോ കളക്ട് ചെയ്യണം, ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിനക്ക് എഴുതി തരാം. അത് വെച്ചിട്ട് നീ തന്നെ ബോംബ് ഉണ്ടാക്കണം. ഇതെന്താ തക്കാളിക്കറിയാ റെസിപ്പി ചെയ്ത് ഉണ്ടാക്കാൻ?
ബോംബല്ലേ? ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. നീ എഴുതി തടങ്ങി, ഞാൻ ഉണ്ടാക്കാം. എടാ ഭവ്യ, ഞാൻ അന്വേഷിച്ചപ്പോ SI ഇന്ന് വീട്ടിലില്ലെന്ന് അറിഞ്ഞേ. നമുക്ക് നാളെ ഇത് അയാളുടെ ജീപ്പിൽ സെറ്റ് ആക്കാം. ഓക്കെ? അപ്പഴേ ഇത് പിടിച്ചേ. നീ ഇത് വീട്ടിൽ വെച്ചിട്ട് നാളെ കൊണ്ടുവന്നാ മതി. എങ്ങനെ? എടാ ഈ ബോംബ് വീട്ടിൽ വെച്ച് നാളെ എടുത്താൽ മതി. അയ്യോ, എനിക്ക് വിഷമില്ല, എന്റെ വീട്ടിൽ വെച്ചാൽ മതി. എടാ ഇത് നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നിനക്ക്. ആ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ട. അല്ലെങ്കിൽ എനിക്കൊന്നൊരു പണി വരാൻ ചാൻസ് ഉണ്ട്. എന്ത് പണി? വാട്സപ്പിൽ വേളാങ്കണ്ണി മാതാവിന് മെസ്സേജ് വന്നിട്ടുണ്ട്. 30 ആൾക്ക് ഷെയർ ചെയ്യണം. ഞാൻ 25 ആയപ്പോഴേക്ക് നെറ്റ് തീർന്നു പോയി. അപ്പൊ അശുഭ വാർത്ത കേൾക്കാൻ ചാൻസ് ഉണ്ട്. അതിനിപ്പോ ഇതാവണ്ട. എടാ അതല്ലടാ, ഞാൻ എന്റെ വീട്ടിൽ പെങ്ങളാക്കി ഇല്ലടാ, അതുകൊണ്ടാണ്. അത് ശരി, ഞാനും ആ പാവം തള്ളി പൊട്ടി തെറിച്ചോട്ടെ എന്നോ? എടാ മണ്ട, ഇത് ടൈം ബോംബ്, ഇത് ടൈം സെറ്റ് ചെയ്താലേ പൊട്ടുള്ളൂ. ടൈം ശരിയല്ലെങ്കിൽ ഇത് പൊട്ടു. ആണോ? എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ, നമുക്ക് ടോസ് ഇട്ടാലോ? ഏയ് ടോസൊക്കെ ഓട്ടോപേഷനാ. മൊബൈലിൽ ഒരു കളി. എന്റെ മൊബൈൽ എടുക്ക്. ഈ മൊബൈൽ ആരെ ഫോണിൽ ആദ്യം കോള് വരുന്നേ ഓരോ വീട്ടിൽ വെക്കാം. അത് കൊള്ളാം. എന്റെ ഫോണിൽ റേഞ്ച് ഒക്കെ ഇല്ലേ? എന്റെ വരല്ലേ. കേട്ടാ? ഓക്കെയാണ്. ഈ അന്തകന്റെ പുക കണ്ടിട്ട് പോവും. പട്ടിക്കാരൻ പന്നി. ടോസ് ആക്കിയാലോ? ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. ഇത് പൊട്ടു. പൊട്ടും. ഭവ്യ, എടാ ഭവ്യ. എന്താ രാവിലെ തന്നെ? അല്ല, നീ നിന്റെ വീട് ഇവിടെ തന്നെ ഉണ്ടാന്നറിയാൻ വേണ്ടി വന്ന സാധനോടെ. സാധനം അളമാരൻ മോള് ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. വന്ന് നോക്കട്ടെ. അതെ, ആരും അറിഞ്ഞിട്ടൊന്നുമില്ല. ഏയ്, ഞാൻ ബോംബിന്റെ സേഫ്റ്റിക്ക് ഹെൽമെറ്റിന്റെ ഉള്ളിലാണ് വെച്ചത്. എടാ അവിടെ വെച്ച ബോംബ് എവിടെ? എന്നോടാണ് ചോദിക്കണത്. എടാ മര്യാദക്ക് നോക്കിയടാ. എടാ ഭവ്യ, നിനക്ക് ഇത്ര ഉത്തരവാദിത്തമുണ്ടായി പോലോടാ. ഞാൻ അവിടെ വെച്ചല്ലേ, ഇനി കള്ളന്മാരെങ്ങാനും കൊണ്ടുപോയെന്നാ. കള്ളന്മാർക്ക് ഇതിനാണ് നമ്മുടെ ബോംബ്. തീവ്രവാദികൾക്ക് പകുതി പൈസക്ക് വിറ്റൂടെ? ഈ ടൈം മാറി പൊട്ടിണ്ടാവോ? ഇത് എവിടെ കൊണ്ടേ വെച്ചടാ? നമുക്ക് പോലീസ് കംപ്ലൈന്റ് ചെയ്തല്ലോ. ഒരു ഒറ്റ അടിയാ അടിക്കൂട്ടിയാൻ. ബോംബില്ലെന്ന് പറഞ്ഞ് പോലീസിനാണ് കംപ്ലൈന്റ് അല്ല, ചെയ്യുന്നത്. ബോംബ് പോലീസ് സാധനം കാണില്ല എന്ന് പറഞ്ഞു കൊടുക്കാലോ. എന്റെ ഭവ്യ, നീ വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. നോക്കിയടാ എല്ലായിടത്തും. ഞാൻ അതാ പറഞ്ഞ എന്റെ വീട്ടിൽ വെച്ചാ മതി. ഇതിലൊന്നും ഇല്ല, ഇതൊക്കെ കോട്ടന്റെ കുപ്പിയാ. വാ നോക്കാം. വാ ഭവ്യ, ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാൾട്ടാ. വെറുതെ ടെൻഷൻ ആക്കല്ലേ. ഈ ടെൻഷൻ അടിക്കല്ലേ, പൊട്ടും പറയാലോ. എന്ത് ചത്തുന്ന? എടാ ഈ റൂമിലുണ്ടാ? അത് തുറക്കല്ല, അതിൽ അപ്പൂപ്പൻ ചിത്രപ്പൊട്ടിട്ട് ബന്ധിച്ചാ. തള്ള നല്ല ഉറക്കാൻ തോന്നുന്നുണ്ട്. ദൈവമേ, തള്ള ടൈം വേസ്റ്റ് നേരിച്ച് തലക്കുമ്പാത്ത് വെച്ച് കിടക്കുക. ഡാടാ, നിന്റെ സുരക്ഷയുടെ എവിടുന്ന് കിട്ടിയടാ നിനക്ക് ഈ തല്ലിപ്പൊളി ടൈം പീസ്? ഞാൻ ഇന്നലെ മുഴുവൻ ഇതുമ്മിലിട്ട് തട്ടിയും മുട്ടിയൊക്കെ നോക്കി. നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത എടുക്കാൻ പോണ്? ആ ഷെട്ടി പ്രശ്നം ഉണ്ടാക്കിയ പോരെ? അയ്യോ, അദ്ദേഹമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. അദ്ദേഹം? ആ, ഏതദ്ദേഹം? അയലത്തെ അദ്ദേഹവും.